ഇത്താത്തെ ജ്യേഷ്ഠത്തിയെ ഉമ്മനെ കാണുന്ന പോലെ ബഹുമാനിക്കണം. ആ ഇത്താത്തയെ കല്യാണം കഴിപ്പിച്ചു, താത്തയെ കല്യാണം കഴിപ്പിച്ചു എന്നതുകൊണ്ട് നമ്മൾ സ്നേഹബന്ധം കുറക്കരുത്. 3 പെങ്ങന്മാരൊരാൾക്കുണ്ടായി, അവരെ മര്യാദയ്ക്ക് വളർത്തിയാൽ, അവർക്ക് സ്നേഹം കൊടുത്താൽ അയാൾക്ക് സ്വർഗമുണ്ട്, നരകമോചനമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെങ്ങന്മാരെ നന്നായി പരിഗണിക്കണം. രണ്ടാനുമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് നമ്മുടെ ജ്യേഷ്ഠത്തിമാർ. പ്രത്യേകിച്ച് നമ്മുടെ ഇത്താത്തമാരെ നമ്മൾ നന്നായി പരിഗണിക്കണം. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അവരുടെ ഒരു സ്വത്ത് സ്വതക്ക ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞതറിയോ? നിങ്ങളുടെ സഹോദരിക്ക് അത് കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ കൊടുത്തതിനേക്കാൾ ഖൈറാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ ചെലവഴിക്കുമ്പോഴും ആദ്യം നമ്മളെ പെങ്ങന്മാരെ പരിഗണിക്കണം. നമ്മളെ പെങ്ങളുടെ 2 കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ ഫീസ് നമുക്ക് എടുക്കാൻ മനസ്സ് ഉണ്ടാവണം. വേറെ എവിടെങ്കിലും പള്ളി എടുക്കുകയും വേറെ എവിടെങ്കിലും സാന്ത്വനത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യൽ നല്ലതു തന്നെ. പാവങ്ങളായ പെങ്ങന്മാരുണ്ടായിരിക്കെ അവിടെ കൊടുക്കുന്ന സ്വതക്കയേക്കാൾ മഹത്വം സ്വന്തം കുടുംബത്തെ പരിഗണിക്കലാണെന്നറിയാത്തവരായി ഈ സദസ്സിൽ ആരും ഉണ്ടാവുകയില്ല.